നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായി വരാം. ക്രിസ്ത്യൻ ബ്രദേഴ്സ് സിനിമയിൽ മോഹൻലാലിനോട് സുരേഷ് കൃഷ്ണ പറയുന്ന ഈ ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. എന്നാൽ സുരേഷ് കൃഷ്ണയുടെ സിനിമാ കഥാപാത്രങ്ങൾ ഇതാദ്യമായല്ല മറ്റ് കഥാപാത്രങ്ങളെ ഇത്തരത്തിൽ കൺവിൻസ് ചെയ്ത് ചതിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പിള്ളേരുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. അങ്ങനെ ജെൻസി പിള്ളേരെല്ലാം ചേർന്ന് ആൾക്കാർ പേരും ചാർത്തി കൊടുത്തു, കൺവിൻസിങ് സ്റ്റാർ. സിനിമയിൽ തങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളുടെ പേരിൽ അഭിനേതാക്കൾക്ക് സോഷ്യൽ മീഡിയ പേരുകൾ ഇങ്ങനെ സമ്മാനിക്കുന്നത് ഇത് ആദ്യമൊന്നുമല്ല. വയ്യ സ്റ്റാർ, ചീറ്റിംഗ് സ്റ്റാർ, ഇന്റർവെൽ സ്റ്റാർ, ഡെത്ത് സ്റ്റാർ, മൂകാംബിക സ്റ്റാർ, നാടുവിടൽ സ്റ്റാർ, അങ്ങനെ നീളും ആ സ്റ്റാർ ലിസ്റ്റ്. എന്നാൽ ഇപ്പോൾ കൺവിൻസിങ് സ്റ്റാർ, ചീറ്റിംഗ് സ്റ്റാർ എന്നീ രണ്ട് ടാഗ് ലൈനോട് കൂടിയാണ് സുരേഷ് കൃഷ്ണ അഭിനയിച്ച സിനിമയിലെ സീനുകൾ നമ്മുടെ നിത്യജീവിതത്തിലെ സംഭവങ്ങളുമായി കോർത്തിണക്കിയുള്ള ട്രോളുകളുടെ ഈ ചാകര. 2011 പുറത്തിറങ്ങിയ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിലെ ഒരു രംഗമാണ് ഇതിനൊക്കെ തുടക്കമെങ്കിലും അതിനു മുന്നേ തന്നെ സുരേഷ് കൃഷ്ണ കൺവിൻസിങ് സ്റ്റാർ ആയിട്ടുണ്ടെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ ക്രിസ്റ്റിയെ കുഴിയിൽ ചാടിക്കുന്ന അളിയനാണ് സുരേഷ് കൃഷ്ണയുടെ ജോർജ് കുട്ടി. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട സീനിൽ ആക്രമിക്കാൻ വരുന്നവരെ കൊലപ്പെടുത്തിയ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജോർജ് കുട്ടിയോട് നിഷ്കളങ്കനായ ക്രിസ്റ്റി നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, സ്വയം രക്ഷയ്ക്ക് ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് തടയാൻ ശ്രമിച്ച ക്രിസ്റ്റിയുടെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് നീ എന്ന പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കും, ഞാൻ വക്കീലുമായി വരാം എന്ന് പറഞ്ഞ് ജോർജ് കുട്ടി രക്ഷപ്പെടുകയാണ്. വളരെ സമർത്ഥമായി ക്രിസ്റ്റിയെ കൺവിൻസ് ചെയ്ത് കൊലക്കേസിൽ നിന്ന് തടിയൂരുന്ന കഥാപാത്രമാണ് സിനിമയിൽ സുരേഷ് കൃഷ്ണയുടെ ജോർജ് കുട്ടി. എന്നാൽ 2006 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം തുറുപ്പുകൊലാനാണ് സുരേഷ് കൃഷ്ണയുടെ ഈ കൺവിൻസിങ് സ്റ്റാർഡത്തിന്റെ തുടക്കമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ചിത്രത്തിൽ വില്ലന്മാരിൽ ഒരാളാണ് സുരേഷ് കൃഷ്ണ അവതരിപ്പിച്ച രവീന്ദ്രൻ. നടൻ ദേവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പഞ്ചനക്ഷത്ര ഹോട്ടൽ തട്ടിയെടുക്കാനായി ഗാവൻ ജോസഫ് എന്ന അധോലോക കുറ്റവാളിയെ സുരേഷ് കൃഷ്ണയും കൂട്ടരും കൊണ്ടുവരുന്നുണ്ട്. ഹോട്ടൽ സ്വന്തമാക്കിയാൽ അതിന്റെ പകുതി ഷെയർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥാപാത്രത്തിനെ അവർ കൊണ്ടുവരുന്നത്. എന്നാൽ പിന്നീട് ഗാവൻ ജോസഫിനെ സുരേഷ് കൃഷ്ണയും സംഘവും കൊലപ്പെടുത്തുകയാണ്. മമ്മൂട്ടിയുടെ തന്നെ ഈ പട്ടണത്തിൽ ഭൂതത്തിലും ദിലീപിന്റെ രാമലീല, കാര്യസ്ഥൻ, ചെസ് എന്നീ സിനിമകളിലും കൂടാതെ താന്തോന്നി, കരുമാടിക്കുട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലും ഇത്തരത്തിൽ സുരേഷ് കൃഷ്ണ കഥാപാത്രങ്ങൾ കൺവിൻസിങ്ങും ചീറ്റിങ്ങുമെല്ലാമായി എത്തുന്നുണ്ടെന്നാണ് മറ്റു ചിലരുടെ കണ്ടെത്തൽ. അളിയ ഇറങ്ങുന്നില്ലേ, ഞാൻ 5 മിനിറ്റിലെത്തും, നീ കുപ്പിയെടുക്ക്, ഞാൻ ജിപേ ചെയ്യാം, എല്ലാത്തിനും ഞാനുണ്ട് കൂടെ തുടങ്ങിയ ക്യാപ്ഷനുകളുടെ ഒപ്പം സുരേഷ് കൃഷ്ണയുടെ ഒരു ചിരിക്കുന്ന മുഖവും ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ പാട്ടും അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ട്രെൻഡിങ് കോംബോ. തകർത്തു പെയ്യുന്ന ഈ ട്രോളുകൾക്ക് പിന്നാലെ പുതിയ പോസ്റ്റുമായി സുരേഷ് കൃഷ്ണയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സിനിമയിലെ കൺവിൻസിങ് ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ ലൈക്ക് അടിച്ചിരി, ഞാൻ ഇപ്പോൾ വരാം എന്ന അടിക്കുറിപ്പോടെ തന്റെ ചിത്രമാണ് സുരേഷ് കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മറുപടിയായി ഓക്കെ ഐ ആം കൺവിൻസ്ഡ് എന്ന് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫും കമന്റ് ഇട്ടിട്ടുണ്ട്. ബേസിൽ നായകനാവുന്ന മരണമാസം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് സുരേഷ് കൃഷ്ണ ഇപ്പോൾ ഉള്ളത്. മരണമാസം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള രസകരമായ റീൽസ് വീഡിയോയും സുരേഷ് കൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. സുരേഷ് കൃഷ്ണയെ കൺവിൻസ് ചെയ്യുന്ന നടൻ സിജു സണ്ണിയും കൂട്ടരുമാണ് റീൽ വീഡിയോയിൽ ഉള്ളത്. എന്തായാലും റിയാസ് ഖാന്റെ അടിച്ചു കയറിയ ട്രോളിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അയാളുടെ കാലമാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയിരി, ഞാനിപ്പോൾ പോയിട്ട് വരാം.